ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററിന്റെ ലെറ്റസ് എസ്എസിന്റെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല അല്ലെ. 8, 9, 10 ചോദ്യങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടു റെഡ്യൂസ് ദ ഇലക്ട്രിസിറ്റി കൺസംഷൻ ഇൻ അവർ ഹൗസസ് വി ക്യാൻ മാക്സിമൈസ് ദ യൂസ് ഓഫ് സൺലൈറ്റ് ഡ്യൂറിംഗ് ദ ഡേ. അതായത് നമുക്കറിയാം, ഇലക്ട്രിസിറ്റിയുടെ അളവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൺലൈറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കണം അല്ലെ. രാവിലെ സമയങ്ങളിൽ നമ്മുടെ വീട്ടുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ബൾബ് ഉപയോഗിക്കാനായിട്ട് പാടില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രിസിറ്റി കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഡു യു അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നിങ്ങൾ എഴുതുക യെസ്, ഞാൻ യോജിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, മാക്സിമം യൂസ് ഓഫ് സൺലൈറ്റ് ക്യാൻ റെഡ്യൂസ് ദ ഇലക്ട്രിസിറ്റി കൺസംഷൻ. അതായത് നമ്മളെ സൂര്യപ്രകാശം കൂടുതലായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ, അതായത് അനാവശ്യമായിട്ട് ബൾബൊക്കെ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇലക്ട്രിസിറ്റി വളരെയധികം കൂടും അല്ലെ, ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ കൂടും. അപ്പൊ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വരി നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, അതിനുശേഷം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, സോളാർ ലൈറ്റുകൾ ഉപയോഗിക്കാം, അതുപോലെ സോളാർ കുക്കർ ഉപയോഗിക്കാം, സോളാർ വാട്ടർ ഹീറ്റർ, നാച്ചുറൽ സൺലൈറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രിസിറ്റിയുടെ കൺസംഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഈ 3 ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പോൾ തിയറി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ച് ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോകണം. ഓക്കെ, അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്തിലേക്ക് കടക്കാം? 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോണം, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചോണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ദ എനർജി ക്രൈസിസ് റൈറ്റ് ഡൗൺ എനി 2 സജഷൻസ് ദാറ്റ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് ടു റെഡ്യൂസ് എനർജി കൺസപ്ഷൻ ഇൻ ന്യൂലി കൺസ്ട്രക്റ്റഡ് ഹൗസസ്. പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഹൗസസിൽ എന്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്? ഇലക്ട്രിസിറ്റി എനർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയുടെ കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗങ്ങളാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? ഓക്കെ, ഒരു ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ആ വീട്ടിൽ എന്ത് യൂസ് ചെയ്യാം? സോളാർ പാനലുകൾ യൂസ് ചെയ്യാം അല്ലെ. യൂസ് സോളാർ പാനൽസ്. അതുപോലെ ഡിസൈൻ റൂംസ് ഇൻ സച്ച് എ വേ ടു ഗെറ്റ് ലൈറ്റ് ആൻഡ് എയർ സർക്കുലേഷൻ ഇൻ ദ റൂംസ്. ഞാൻ പറഞ്ഞു, നാച്ചുറൽ സൺലൈറ്റ് ഉപയോഗിക്കുന്നതാണ് എന്ത് കുറച്ചുകൂടി നല്ലത് അല്ലെ. ഇരുട്ട് പിടിച്ച മുറിയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മൾ കൂടുതലായിട്ട് ബൾബുകൾ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതേസമയം വിൻഡോസും അതുപോലെയുള്ള ലൈറ്റ് കടക്കുന്ന എയർ ഹോൾസും എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമുക്ക് നാച്ചുറൽ സൺലൈറ്റ് കിട്ടുകയും അവിടെ നമുക്ക് പുതുതായിട്ട് ബൾബുകൾ അധികം ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ റൂമുകൾ ഡിസൈൻ ചെയ്യുക. അതുപോലെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, യൂസ് എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ്. നല്ല LED ബൾബുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ LED ബൾബ്സും ഇതിൻ്റെ എന്ത് തന്നെയാണ്? നമുക്ക് പറയാൻ പറ്റും, LED ബൾബുകളും ഇതിൻ്റെ ഒരു പോയിന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പുതുതായിട്ട് നിർമ്മിക്കുന്ന വീടുകളിൽ ഇത്രയും 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതി വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ 3 പോയിന്റ്സ് ജസ്റ്റ് തിയറിയാണ്, അത് പഠിച്ചു വെച്ചാൽ മാത്രം മതി. അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ നെസസിറ്റി ഫോർ റെഡ്യൂസിങ് കാർബൺ ഫുട് പ്രിന്റ്? ഞാൻ ലാസ്റ്റ് പഠിപ്പിച്ചു തന്ന ടോപ്പിക് ആയിരുന്നു കാർബൺ ഫുട് പ്രിന്റ് അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് റെഡ്യൂസിങ് കാർബൺ ഫുട് പ്രിന്റിന്റെ നെസസിറ്റി ആണ് നമുക്ക് എഴുതേണ്ടത്. നോക്കുക, ഇൻക്രീസ് ഇൻ ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കോസസ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഡ്രോട്ട്, ഫ്ലഡ്, മെൽറ്റിംഗ് ഓഫ് ഐസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചസ്. നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസസ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവും. അപ്പോൾ ആ ഗ്ലോബൽ വാർമിംഗ് എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം അല്ലെ, അതിന്റെ അളവ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി. കാര്യം നമ്മൾ ഓൾറെഡി കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വരുന്ന തിയറികളാണ്. അതെല്ലാം ഞാൻ നിങ്ങളുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സസിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഞാൻ ലാസ്റ്റ് ആയിട്ട് പറയുന്ന കാര്യം, മക്കളെ, ഈ ഒരു SSLCക്ക് അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് ഹീറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ചോദ്യമായിരിക്കും. ഓക്കെ, ഒരു ഹീറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കൂടുതലും നമുക്ക് ചോദിക്കാൻ സാധ്യത. അതല്ലാതെ നമുക്ക് എനർജി ക്രൈസിസിന്റെ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതിന്റെയാണ് എനർജി ക്രൈസിസിന്റെ ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്.
ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് എടുത്തോണം. യെസ്, ഹീറ്റിന്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാൻ നിർബന്ധമായിട്ടും നിങ്ങൾ അറിയണം. അതുപോലെ എനർജി ക്രൈസിസ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ടോപ്പിക്കുകൾ എല്ലാതും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്, അപ്പോൾ ഇത്രയും ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലെറ്റസ് എസസും നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങളും നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഏത് ചാപ്റ്റർ വേണമെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് തരാം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, താങ്ക് യു.